കാണിച്ചാൽ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പുത്തനത്താണിയുള്ള ഹലാമാളിൻ്റെ ഉള്ളിലുള്ള കേക്ക് സ്റ്റുഡിയോ എന്നാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് പ്രിപ്പറേഷനിലാണ്. ഇപ്പം നല്ല ബ്രൈറ്റൻ ആയിരിക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അരിപ്പൊടി, തൈര്, പിന്നെ കുറച്ച് തേനും തേച്ചിട്ട്, പിന്നെ കുറച്ച് ഇത്തിരി നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിൽ കുറച്ച് എന്താ പറയുക തേനല്ല വെള്ളം ചേർക്കാം കേട്ടോ. കൂടുതൽ വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ തേക്കാൻ പോകണം. നല്ല അടിപൊളി തണുപ്പുള്ള തൈരായതുകൊണ്ട് തണുത്ത ഫേസ് പാക്കാണ്. കൂളായിട്ടിരിക്കാം. നല്ല അടിപൊളി ഗൈസ്. ഇതൊക്കെ ഇനിയും 2 ദിവസത്തിനൊക്കെ ഉണ്ടാവും. ബലിപ്പെരുന്നാളിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. തൈര് ചേർത്തുകൊണ്ട് പുറത്ത് വയ്ക്കാൻ പാടില്ല. അകത്ത് തന്നെ, ഫ്രിഡ്ജിൻ്റെ അകത്ത് തന്നെ വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊന്ന് തേച്ച് കൊടുക്കാം ഗൈസ്. ഇതൊരു സ്ക്രബാണ്, അതുകൊണ്ട് നല്ല തരി ഉണ്ട്. അമ്മ അവിടെ റീൽസ് എടുക്കുക. അപ്പോൾ ഇവിടെ എൻ്റെ അനിയത്തിൻ്റെ കളർ കാണുകയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ റീൽസ് എടുക്കുക. സ്കിന്നൊന്ന് അവറായിട്ടാണ് വെക്കാം. ഞാൻ നെക്കിൽ തേക്കണമെന്ന് വിചാരിച്ചു. ആണോ ശരിക്കും? ഇവിടെ നെക്കിലും തേച്ചു. ഹെയർ ടൈ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഒക്കെ ചെയ്യാൻ. 10 മിനിറ്റ് എടുക്കണം ഇതൊക്കെ ചെയ്ത് കഴിയാൻ. ഉണങ്ങണ വരെ ഒന്ന് നോക്കിയിരിക്കാം. ഞാനതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. കാരണം ഞാൻ ഇപ്പോൾ വരാവേ. ഞാൻ അവിടെ എത്തി. ഇത് ഉണങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. വെയിറ്റ് ചെയ്യാം. നമുക്ക് കഴുകിയിട്ട് വരാം. എല്ലാം നല്ല തിക്കായിട്ടുണ്ട്. ഒന്ന് ലൂസാക്കാൻ പോയതാണ്. ഒന്ന് വാഷപ്പ് ചെയ്തിട്ട് വരാം. വാഷപ്പ് ചെയ്തു. തുടച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് ഇതാക്കി ഇട്ട്
വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ ഉണ്ട്. ഞാൻ കുറച്ച് നേരം ഇട്ടിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ബൈ. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഹെയർ എത്ര ഉണ്ടെന്ന്. ഇത് എങ്ങനെയാണ് റോസ്മേരിയുടെ ആൽപ്സ് ഫിറ്റ്നസിൻ്റെ റോസ്മേരി വാട്ടർ കൊണ്ടാണ്. അപ്പോൾ ബൈ ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.